രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെടുന്നതിന് ധാർമ്മികമായും നിയമപരമായും സാങ്കത്യമില്ലെന്ന് പ്രമുഖ അഭിഭാഷകനും നാഷണൽ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ജോൺ ജോൺ. രാഹുലിനെതിരെയുള്ള CPM സമരം പാലക്കാട് BJPക്കും ഊഴം ഒരുക്കാനുള്ളതാണെന്നും അഡ്വക്കേറ്റ് ജോൺ ജോൺ പറഞ്ഞു. രാഹുലിനെതിരെ സമരം ചെയ്യാൻ CPM, DYFI, SFIക്കാർക്ക് എന്ത് ധാർമ്മികതയാണുള്ളതെന്നും വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ജോൺ ജോൺ ചോദിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മഹാത്മ്യം കൊണ്ട് മാത്രമാണ് രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത്. ആരോപണം ഉന്നയിച്ച വ്യക്തി ഒരു സമ്മത കക്ഷിയായിരുന്നു എന്നാണ് ആരോപണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. കൂടാതെ ആരോപണത്തിന്റെ സമയം, കാലം, സാഹചര്യം, വ്യക്തിയുടെ പേര് എന്നിവ വെളിപ്പെടുത്താത്ത പരാതിക്ക് നിയമത്തിന് മുന്നിൽ യാതൊരു വിലയുമില്ല. ഇത്തരം ആരോപണങ്ങൾ ആർക്കുമെതിരെയും പറയാവുന്ന ഒന്നാണ്. രാഹുലിനെതിരെയുള്ള ആരോപണത്തിന് പിന്നിൽ രക്തദാഹികളാണ്. വസ്തുതയില്ലാത്ത ആരോപണത്തിന്റെ പേരിൽ MLA രാജിവെക്കേണ്ടതില്ല എന്നാണ് നാഷണൽ ജനതാദളിന്റെ അഭിപ്രായം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക ആരോപണങ്ങളിൽ അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കേണ്ടതായ സ്ഥിതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായമായിട്ട്, നാഷണൽ ജനതാദളിന്റെ അഭിപ്രായമായിട്ട് പറയും. നാഷണൽ ജനതാദൾ എന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ അഭിപ്രായമാണ് ഞങ്ങൾക്കിവിടെ പറയാനുള്ളത്. ഞങ്ങളുടെ അഭിപ്രായം അദ്ദേഹം രാജിവെക്കേണ്ടതില്ല. അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണങ്ങൾ ഒരു വനിതയാണ് ഉന്നയിച്ചതെങ്കിലും അതിന് കൃത്യതയും വ്യക്തതയും കാലവും സമയവും ഒന്നുമില്ലാത്ത ഒരു ആരോപണത്തിന്മേൽ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA രാജിവെക്കണമോ എന്ന ധാർമ്മികമായ ചോദ്യമുണ്ട്. ധാർമ്മികത അവകാശപ്പെടുന്നവർ അവർ സത്യസന്ധമായി ന്യായമായി കാര്യങ്ങൾ ചെയ്യാൻ ബാധ്യത. ഒരു പെൺകുട്ടി അല്ലെങ്കിൽ വനിത ഒരു പരാതിയുമായി വരുമ്പോൾ ആ പരാതി ബോധിപ്പിക്കാൻ പല മാർഗങ്ങളുണ്ട്. നാട്ടിൽ നമുക്ക് അറിയാവുന്ന വ്യവസ്ഥാപിത മാർഗം എന്നത് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി എഴുതി കൊടുക്കുക എന്നതാണ്. നിയമപ്രകാരം പരാതി പറഞ്ഞാലും മതി, പോലീസ് അത് എഴുതിയെടുത്ത് പരാതിയായി മറ്റു നടപടിയിലേക്ക് കടക്കും. കുറച്ചുകൂടി ഗൗരവമായ രീതിയിൽ പരിഗണിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ആ പരാതിക്കാരിക്ക് സൂപ്രണ്ട് ഓഫ് പോലീസിനെ സമീപിച്ച് പരാതി കൊടുത്ത് ആ പരാതി കേസാക്കി മുന്നോട്ട് പോകാൻ സാധിക്കും. അല്ല, എൻ്റെ സ്വകാര്യത മറച്ചു വെച്ചുകൊണ്ട് പബ്ലിക് ഡൊമൈനിൽ അല്ലാതെ എൻ്റെ പരാതി പോകണമെങ്കിൽ അവർക്ക് ഒരു മജിസ്ട്രേറ്റിനെ സമീപിച്ച് പരാതി കൊടുത്ത് ആ മജിസ്ട്രേറ്റ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തി ആ രേഖപ്പെടുത്തിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാം. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ഭരണഘടനാപരമായ നിയമപരമായ വ്യവസ്ഥാപിത മാർഗങ്ങൾ. അതൊന്നും ചെയ്യാതെ പരസ്യമായി വന്ന് പത്രക്കാരുടെയോ മാധ്യമക്കാരും മോശങ്ങളാണെന്നല്ല എൻ്റെ വിവക്ഷ. അവിടെ വന്ന് വിളിച്ചു പറഞ്ഞ് പബ്ലിസിറ്റി ആക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകെയുള്ള ഉദ്ദേശശുദ്ധി ആദ്യമായി സംശയിക്കേണ്ടതുണ്ട്. പരാതി പറയുന്നവർക്ക് രണ്ട് തരത്തിലുണ്ട്. ഒന്നിൽ സമൂഹം റിഫോം ചെയ്യപ്പെടണം. സമൂഹം എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെതിരെയാകുമ്പോൾ രാഷ്ട്രീയ രംഗമൊക്കെ റിഫോം ചെയ്യപ്പെടണം എന്ന ഒരു ഉദ്ദേശം ഉണ്ടാകാം ഏതൊരു പരാതി. അല്ലെങ്കിൽ പരാതിക്ക് അടിസ്ഥാനം വ്യക്തി ശിക്ഷിക്കപ്പെടണം എന്ന ഉദ്ദേശവും ഉണ്ടാകാം. ഇവിടെ എന്താണ് ഉള്ളത് എന്ന് പോലും വ്യക്തമല്ല. സ്ഥലം, കാലം, സമയം, രീതി ഒന്നും അവർ പറയുന്നില്ല. അപ്പൊ അവരുടെ ആരോപണം വന്നു വേറെ ഒരാൾ സപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി വേറെ ആരോപണം ഗർഭചിത്രം പറഞ്ഞു. അത് കുറെ കൂടി ഗൗരവമാണെങ്കിൽ പരാതിയും ഗൗരവമാകണം. ഗർഭചിത്രത്തിന് മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടാവും. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആണെങ്കിൽ അതിന്റെ റെക്കോർഡ്സ് ഉണ്ടാകും. അങ്ങനെ പലതുണ്ടാകും. അപ്പൊ അതിലേക്ക് ഒന്നും കടക്കാതെ രണ്ട് പരാതിക്കാർ, ആദ്യം വന്ന പരാതിക്കാരി, രണ്ടാമത് ഗർഭചിത്ര പരാതിക്കാരി, വസ്തുതകളൊന്നും വെളിപ്പെടുത്താതെ എല്ലാം മൂടി വെച്ച് മറച്ചു വെച്ച് ഒരു വ്യക്തിയെ മാത്രം ആക്രമിക്കുന്ന രീതി, അതേസമയം പേര് പറയാതെ മറ്റെല്ലാ വിധത്തിലും അത് ഇന്ന ആളിൽ കേന്ദ്രീകരിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി പരാതി പറയുമ്പോൾ അതിന് ഇത്രത്തോളം ഗൗരവം കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. അതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് പറ്റിയൊരു തെറ്റുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം അത് രാജിവെക്കുകയോ ചെയ്തത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അവർക്ക് പറയാം, വ്യക്തമായ തെളിവുകൾ വരട്ടെ, കാര്യങ്ങൾ വരട്ടെ. കോടതി നടപടിയല്ല എങ്കിൽ പോലും സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ആവശ്യമായ അടിസ്ഥാനപരമായ വിവരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പരിശോധിക്കേണ്ടതുള്ളൂ. പാർട്ടി അത് പരിശോധിക്കുകയാണ്. എല്ലാ വിവരങ്ങളും കിട്ടിക്കഴിയുമ്പോൾ യുക്തമായ നടപടിയെടുക്കും എന്നതിന് പകരം കോൺഗ്രസ് നേതൃത്വം പാനിക് ആയിപ്പോയതുകൊണ്ടാണ് രാജി ചോദിച്ചു വാങ്ങി എന്നൊക്കെ പറയുന്നത് എന്നാണ് ഞങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായം.
വേണ്ടതില്ല. ധാർമ്മികത കൂടിപ്പോകുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ അതിന്റെ ആവശ്യമുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്തുമാവട്ടെ, ഇന്ന് എത്തി നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണം. അപ്പൊ അതേ രാജിവെച്ചത് പാർട്ടി കൊടുത്ത സ്ഥാനമാണ്. ഇനി കൊടുത്തത് ജനങ്ങൾ കൊടുത്ത സ്ഥാനമാണ്. ജനങ്ങൾ വെറുതെ കൊടുത്തതല്ല, 18,000 വോട്ടിന്റെ വലിയ ഭൂരിപക്ഷത്തിൽ, പാലക്കാട് മണ്ഡലം ഇതേവരെ കണ്ടിട്ടില്ലാത്തതാണെന്ന് പറയപ്പെടുന്ന ആ വലിയ ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത സ്ഥാനം രാജിവെക്കണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉത്തരവാദിത്വം സ്വന്തം പാർട്ടിയോടും കുടുംബത്തോടും മാത്രമല്ല ഈ സമൂഹത്തോടു കൂടിയുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അപ്പൊ MLA സ്ഥാനം രാജിവെക്കാനായി അദ്ദേഹം തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം ജനഹിതം അറിയേണ്ടതുണ്ട്. വോട്ടെടുപ്പ് നടത്തണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. അതുകൂടി മനസ്സിലാക്കിയതിന് ശേഷം വേണം അദ്ദേഹം ആ തീരുമാനമെടുക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യാതൊരു വിധത്തിലൊരു അടിസ്ഥാനമില്ലാത്തൊരു പരാതി പറഞ്ഞാൽ ഉടൻ ഒരു MLA രാജിവെക്കണമോ എന്ന വലുതായ ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ രക്തത്തിന് ദാഹിക്കുന്ന ആൾക്കാർ മറ്റു പാർട്ടികളും ഉണ്ടാവും, സ്വന്തം പാർട്ടിയിലും ഉണ്ടാകാം. അത് വേറെ കേട്ടാണ്. അദ്ദേഹത്തിന്റെ രാജി അല്ലെങ്കിൽ വേറെ നടപടികൾ CPM ആവശ്യപ്പെടുമ്പോൾ CPM മനസ്സിലാക്കണം, നിങ്ങളുടെ നടപടിയുടെ പരിണിത ഫലം ചിലപ്പോൾ പാലക്കാടിന് ഒരു BJP MLA സംഭാവന ചെയ്യുന്നതായിത്തീരുമെന്ന് CPM ലീഡർഷിപ്പ് മനസ്സിലാക്കേണ്ടതുണ്ട്. വസ്തുതയുണ്ട്. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള കുറേയധികം അനുഭവങ്ങളിലൂടെ കടന്നുപോയവരാണ്. ആ അനുഭവങ്ങളൊക്കെ അവർ നിലപാടെടുത്തിട്ടുണ്ട്. അത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ എടുത്തിട്ടുണ്ട്. മുകേഷിന്റെ കാര്യത്തിലൊക്കെ ഞാൻ ഡീറ്റെയിൽസ് ഞാൻ കിടക്കുന്നില്ല. ആരോപണം ഉന്നയിക്കുന്ന വ്യക്തി വാക്കാലോ രേഖാമൂലമോ പരാതി നൽകുകയോ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ CRPC 164 വകുപ്പ് പ്രകാരം മൊഴി നൽകുകയോ ചെയ്ത ശേഷം മാത്രമേ ഈ പരാതിയെക്കുറിച്ച് പരിഗണിക്കുക പോലും വേണ്ടതുള്ളൂ. അതിലപ്പുറമൊന്നും ഇന്നത്തെ സാഹചര്യത്തിൽ ആവശ്യമില്ല. CPM, BJP എന്നിവർ രാഷ്ട്രീയ മുതലെടുപ്പിന് നടത്തുന്ന ശ്രമത്തെ അംഗീകരിക്കാനാവില്ല. CPM നേതാക്കൾക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അവയെല്ലാം അന്തരീക്ഷത്തിലുണ്ട്. അത്തരം ആരോപണങ്ങളിൽ സ്വീകരിച്ച നിലപാട് എന്താണെന്ന് അവർ വ്യക്തമാക്കണമെന്നും അഡ്വക്കേറ്റ് ജോൺ ജോൺ വ്യക്തമാക്കി. അവരിങ്ങനെ പ്രതിഷേധം നടത്തുമ്പോ ആ പ്രതിഷേധത്തെ തടയാൻ നിങ്ങൾ പോകുന്നത് ചോദിച്ചാൽ അത് ഇൽമോട്ടിവേറ്റഡ് പറഞ്ഞാൽ മനസ്സിലായത് ഇൽമോട്ടിവേറ്റഡ് ആണ് ആ ചോദ്യം. അല്ല, അഭിവാദ്യം അർപ്പിച്ചിട്ട് ഒരു പ്രകടനം നടത്താനോ? രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയാണല്ലോ നാഷണൽ ജനതാദൾ. രാഹുലിനെ സംരക്ഷിക്കുന്നില്ലല്ലോ. ആര് പറഞ്ഞു? മുഴുവൻ പറഞ്ഞത് അല്ലല്ലോ. നിങ്ങൾക്ക് തെറ്റുപറ്റുന്നു. എന്ത് വസ്തുതകൾ പഠിക്കാൻ എന്താ തയ്യാറാവുന്നത്? ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് പറഞ്ഞു. രാഹുലിനെ സംരക്ഷിക്കണമെന്ന് നിങ്ങളുടെ ആരോപണം. എന്തെങ്കിലും നിങ്ങൾ ഉത്തരവാദിത്ത പത്രപ്രവർത്തകനല്ലേ? താങ്കളുടെ പാർട്ടിയുടെ നിലപാട് ജനങ്ങളെ അറിയിക്കണ്ടേ? അറിയിക്കും. ഇന്നലെ സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് അതിനാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. പരിപാടി സംഘടിപ്പിച്ച് പല വിധത്തിലാകാമല്ലോ. അതൊന്നും ഇത് അതിലൊന്നാണ്. ജനങ്ങളെ അറിയിക്കുന്ന മാർഗങ്ങളിൽ ഒന്നാണിത്. അടുത്ത ഘട്ടം ഒരു വിശദീകരണ പൊതുയോഗമൊക്കെ നടത്തിയായിരിക്കും. വിശദീകരണത്തിൽ അത് ആലോചിക്കാവുന്ന ഒരു നിർദ്ദേശമാണ്. ആലോചിക്കാവുന്ന പരിപാടികളായിട്ട് പിന്നെ അവരെ തടുക്കാൻ DYFI BJP-ക്കാരെയും തടുക്കാൻ കൊണ്ടുവന്ന ചോദ്യം എന്തിനാണ് എന്റെ പൊന്നു സുഹൃത്തെ? തടുക്കാനല്ല, അവരെ പരിപാടി സംഘടിപ്പിക്കുന്നു. അതിന് സമാനമായ രീതിയിൽ ഇത് തെറ്റാണ്. അവരുടെ ആരോപണങ്ങളെ തടുക്കാനുള്ള ഏത് രീതിയിലേക്ക് ഘട്ടം കടക്കുന്നതാണ് ചോദിക്കുന്നത്. ആരോപണങ്ങൾ അത് ആരോപണങ്ങൾ മാത്രമാണ്. അതിന് വിശദീകരണം കൊടുത്താൽ തന്നെ നല്ല മറുപടിയാണ്. അതിന്റെ വിശദീകരണമാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ഇലക്ഷൻ വരാൻ വേണ്ടി പോവാണ്. എങ്ങനെയാണ് ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ വരാൻ വേണ്ടി പോവാണ്. അതുമെല്ലാം UDF തൂത്തുവാരുന്നല്ലോ. ടൗൺഹാൾ പറഞ്ഞു, അറുപശാല പറഞ്ഞു, അങ്ങനെ എന്തെല്ലാം ഞങ്ങൾ പറഞ്ഞു. ഇവിടെ ആരിത് സീരിയസ് ആയിട്ട് 165 ദിവസം തുടർച്ചയായിട്ട് ഒരു സമരം നടത്തിയിട്ടുള്ളത്. ലോങ് മാർച്ച് മാവോസിന്റെ ലോങ് മാർച്ച് എടുത്ത കാലഘട്ടം നമ്മൾ പഠിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അറുപശാലയുടെ കാര്യം എന്താ കിടക്കുന്നത്, ടൗൺ ഹാൾ എന്താ ഇങ്ങനെ കിടക്കുന്നത്, സുൽത്താൻപേട്ട ഷോപ്പിംഗ് കോംപ്ലക്സ് അങ്ങനെ കിടക്കുന്നത്, മോയൻ സ്കൂളിലെ കെട്ടിടം എന്താ ഇങ്ങനെ കിടക്കുന്നത്, ഇതൊക്കെ ഞങ്ങൾ ചോദിച്ചില്ലേ. കുട്ടികളുടെ ആശുപത്രി മുന്നിൽ റോഡ് എന്താ അങ്ങനെ കിടക്കുന്നത്, ഇതൊക്കെ നമ്മൾ BJP ചോദിച്ചില്ലേ. എല്ലാം കൊണ്ടുപോയി പൂർണ്ണ ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ എല്ലാവർക്കും കഴിവുണ്ടാവണമെന്നുണ്ടോ? ഞങ്ങളുടെ പാർട്ടിക്ക് അതിനുള്ള കഴിവുണ്ടായില്ല. പക്ഷെ ഇതെല്ലാം സമൂഹത്തിന്റെ മുന്നിൽ കൃത്യമായി അവതരിപ്പിക്കാൻ ഞങ്ങളുടെ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു വിഷയത്തിൽ വേണമെങ്കിൽ നമുക്ക് വീണ്ടും കാണുകയും സംസാരിക്കുകയും ചെയ്യും. കാരണം അതിൽ ധാരാളം ചെയ്തിട്ടുള്ള പാർട്ടി എന്നുള്ളതിനായി അഭിമാനത്തോടു കൂടി പലതും പറയാൻ ഞങ്ങളുടെ കയ്യിൽ വേറെ ഒരു പാർട്ടിക്കും ഇല്ല. ചേട്ടാ ഒരു ചായ. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതിന്റെ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്.
ചായ ഫ്രീ അല്ല, കാശട് കാശട്. കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.